സോ ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോ പറയുമ്പം ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ നീറ്റ് എക്സാം എഴുതിയത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു വീഡിയോ ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ പ്ലാൻ. നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഏകദേശം ഒരു ബേസിക് പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം, ചില ആൾക്കാർക്ക് ഫസ്റ്റ് എക്സ്പോഷർ ആയിരിക്കും നീറ്റ് അല്ലേ? ഇപ്പം ചില ആൾക്കാർ പക്ഷെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തൊക്കെ കയറുന്ന ആളുകളായിരിക്കും. എന്ത് എത്ര ഇയർ റിപ്പീറ്റ് ചെയ്താണെങ്കിലും ഒക്കെ നമുക്ക് നീറ്റിന്റെ ഡേ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം നമുക്ക് ചിലപ്പം തൊട്ട് മുന്നത്തെ സമയം ചെയ്തതൊന്നും ഓർമ്മ ഉണ്ടാവണമെന്നില്ല അല്ലേ? അപ്പം എന്താണെങ്കിൽ നമ്മളൊരു ഓർഡർ കീപ്പ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു ബേസിക് ഓർഡർ കീപ്പ് ചെയ്യണം എക്സാമിന്. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ചിലപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഓർഡറിലായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഈ ഓർഡറിലായിരിക്കും. പക്ഷെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ ഓർഡറിലായിരിക്കും ചെയ്യുന്നത്. എനിക്ക് ഉറപ്പായി വീഡിയോ കാണുന്ന ഒരു 75% ആളുകളും ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ബയോളജി ആയിരിക്കും ഫസ്റ്റ് എഴുതുക. ഐ ഡോണ്ട് നോ അബൌട്ട് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്, എന്തായാലും ബയോളജി ആയിരിക്കും ആദ്യം എഴുതുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ നിങ്ങളിപ്പം നിങ്ങൾ ഏത് ഓർഡറിൽ എക്സാം എഴുതണം എന്നുള്ള ഒരു ലെവൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഈസി, എങ്ങനെ ചെയ്യുമ്പോഴാണ് ടൈം കിട്ടുന്നത്, എങ്ങനെ ചെയ്യുമ്പോഴാണ് കോൺഫിഡൻസ് കൂടുതൽ കിട്ടുന്നത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മനസ്സിലാക്കിയിട്ടില്ലേ? മനസ്സിലാക്കണം. ആകെ കുറച്ച് ദിവസം നമുക്ക് നീറ്റിനുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ നീറ്റ് 2025 ആളുകളാണ് കാണുന്നതെങ്കിലും 2026 ആളുകളാണ് കാണുന്നതെങ്കിലും ആര് കാണുകയാണെങ്കിലും നിങ്ങൾ ഇത് കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. എക്സാം എഴുതുമ്പോൾ ഒരു ഓർഡർ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ അത് എന്തിനാ എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ നീറ്റ് എഴുതുകയാണെന്ന് വെച്ച് നിങ്ങൾ നീറ്റ് എഴുതാൻ വേണ്ടി ഹാളിൽ ഇരിക്കുമ്പോൾ യു ഡോണ്ട് ഹാവ് എനി ഐഡിയ. അപ്പൊ നമ്മളെല്ലാം പഠിച്ചു, പക്ഷെ ഇപ്പൊ ഫിസിക്സ് പെട്ടെന്ന് നിങ്ങൾക്ക് ഏറ്റവും നമുക്ക് ഈ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾ ഓർഡർ ഒന്നും ഉണ്ടാക്കില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബയോളജിയാണ് ഈസി എന്ന് വെച്ചോ, തൽക്കാലത്തേക്ക് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ബയോളജി എഴുതുന്ന ഒരു ഓർഡറിലല്ല തുടങ്ങിയത്. എക്സാം ശരിക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ ഓർഡറിലല്ലേ ഉണ്ടാവുക. നിങ്ങൾ ആ ഓർഡർ തന്നെ തുടങ്ങിയെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എക്സാം. നിങ്ങൾ തിരിച്ച് ബയോളജിന്ന് തുടങ്ങിയിട്ട് ഫിസിക്സ് വരെ എഴുതുന്ന ആ ഒരു സക്സസ് റേറ്റിനെ കാട്ടിയും വളരെ കുറവായിരിക്കും നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ ഓർഡറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഓർഡർ ഉണ്ടാക്കണം. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഓർഡർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം നിങ്ങൾ ഒരു ഓർഡർ ഉണ്ടാക്കണം. നിങ്ങളൊരു ഓർഡർ ഉണ്ടാക്കി വെക്കണം. ഓക്കെ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറൊക്കെ മനസ്സിൽ വെച്ച് എഴുതി വെച്ചിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ എനിക്കിപ്പം എന്താണ്, സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് വർഷമായല്ലോ നീറ്റ് എഴുതിയിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത് പെട്ടെന്ന് പറയാൻ പറ്റൂല. എനിക്ക് എഴുതി വെച്ചാലേ അത് ഓർമ്മ ഉണ്ടാവും, അതുകൊണ്ടാട്ടോ. അപ്പം ഈ കാര്യം ഓർഡർ നിങ്ങൾ റെഡിയാക്കണം. ഇനി കുറേ പേര് പറയുന്നത് കേൾക്കാം, എനിക്ക് അറിയൂല അതെന്താ ഇങ്ങനെ പറയുന്നത്. ഇവൻ നീച്ച് എഴുതിയ ആളുകൾ പോലും ഇങ്ങനെ പറയുമ്പോൾ എന്നെ ഷോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം നിങ്ങൾ ഓർഡറിൽ നിന്ന്. അതായത് നിങ്ങളിപ്പോ അവിടെ പോയി നിങ്ങളിപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഓർഡറിൽ ചെയ്യുന്ന ആളാന്ന് വെച്ചോ, പക്ഷെ എന്തോ കാരണത്താൽ നിങ്ങൾക്ക് എന്താണ് ബയോളജി ഈസി ആയിരുന്നു എന്ന് വെച്ചോ, അപ്പം നമ്മൾ ബയോളജിയിൽ സ്റ്റാർട്ട് ചെയ്യണം, ഫിസിക്സ് ലാസ്റ്റ് ചെയ്യണമെന്ന്. ഐ ഡോണ്ട് തിങ്ക് അത് നല്ലതായിരിക്കും. കാരണം നമുക്ക് നീറ്റ് എഴുതുന്ന സമയം നമ്മൾ ഏറ്റവും നമ്മൾ എന്താ പറയാ വൾണറബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. നമ്മളെ മനസ്സ് ഏറ്റവും സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണ്, ടെൻസ്ഡ് ആയിരിക്കുന്ന സമയമാണ്, വറീഡ് ആയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സമയം തന്നെ നമ്മൾ പഠിക്കുന്ന സമയം നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അവിടുന്ന് നമ്മൾ നേരെ ബയോളജിയിലേക്ക് പെട്ടെന്ന് ചാടുക, അല്ലെങ്കിൽ കെമിസ്ട്രിയിലേക്ക് പെട്ടെന്ന് ചാടുക, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആവുകയുള്ളൂ. ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഫ്ലെക്സിബിൾ ആവരുത് തന്നെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊരു ഓർഡറിൽ പോവാണെങ്കിൽ നിങ്ങൾ ആ ഓർഡർ തന്നെ ഫോളോ ചെയ്യുക. ഇനിയിപ്പം അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെന്ന് വെച്ചോ, എന്താണ് ഫിസിക്സ് ടഫായി. ഇപ്പൊ നിങ്ങൾ ജനറലി ഫിസിക്സ് ആണ് ഫസ്റ്റ് എഴുതുന്ന ഒരാളെന്നെങ്കിലും, ഫസ്റ്റ് നിങ്ങൾ ഫിസിക്സ് എഴുതുന്ന ഒരാളാണെങ്കിൽ ഫിസിക്സ് ടഫായി എന്ന് വെച്ചാൽ എക്സാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയാ ഫ്ലെക്സിബിൾ ആവേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാ ഡിഫറൻസ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കണം. ഫിസിക്സ് അതായത് ഞാൻ എഴുതുന്ന എന്ത് ടഫാണെങ്കിൽ ഐ ലീവ് ദാറ്റ് ടു എൻഡ്. അതായത് എൻഡിലോട്ട് ഐ ലീവ് ഇറ്റ്. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും, ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിരുന്നു വെച്ചോ, പിന്നെയുള്ള 2, 3, 4 ടഫ് എന്ന് വെച്ചോ, ലീവ് ഇറ്റ്. അത് 2, 3, 4 ലാസ്റ്റിലേക്ക് ലീവ് ചെയ്ത് ചിലപ്പോൾ 5, 6, 7, 8, 9, 10 ഒക്കെ ഈസി ആയിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഈസി ടഫ് എന്നുള്ള രീതിയിൽ നമ്മൾ വരുമ്പോൾ അത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ? ഡിവൈഡ് ചെയ്ത് പോവാണ് വേണ്ടി, അല്ലാണ്ട് ഓർഡർ മാറ്റമല്ല വേണ്ടിയത്. ഓക്കെ? നിങ്ങൾ ഓർഡർ മാറ്റമല്ല വേണ്ടിയത്. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്ത ഓർഡർ തന്നെ പോവാ. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്തിനു അനുവദിക്കണം? ലാസ്റ്റിലോട്ട് ക്വസ്റ്റ്യൻസ് മാറ്റി വെക്കാൻ അനുവദിക്കണം. അപ്പം ഇങ്ങനെയാണ് ഓർഡറിന്റെ കേസ്.
പിന്നെ കാര്യം എന്താന്ന് വെച്ചാല് കുറേ പേര് OMRൽ ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്ടാണ് നീറ്റ് എഴുതാൻ പോകുന്നത് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അത് ശരിയല്ല ട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ എന്റെ കാലത്ത് പോലും കുറേ പേര് അങ്ങനെ ഉണ്ടായി. ഞാൻ പക്ഷെ OMRൽ പഠിച്ചിട്ടുണ്ടായി ട്ടോ. ഞാൻ 4 അറ്റംപ്റ്റ് എഴുതിയപ്പോഴും 4 അറ്റംപ്റ്റിലും ഞാൻ OMRൽ ബബിൾ ചെയ്ത് പഠിച്ചിട്ടാണ് പോയത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ OMR ബബിളിങ് ആദ്യമേ ഇവിടുന്ന് നമ്മൾ പ്രിന്റ് ചെയ്യാൻ നമുക്ക് കുറേ OMR ഷീറ്റ് നമ്മൾ ഗൂഗിളിൽ തന്നെ അടിച്ചു നോക്കിയാൽ OMR ഷീറ്റ് കിട്ടും നമുക്ക്. ചിലപ്പോൾ നമുക്ക് 200 ക്വസ്റ്റ്യൻസിനോ 260 ക്വസ്റ്റ്യൻസിനോ ഒക്കെ OMR ഷീറ്റ് ആയിരിക്കും കിട്ടും. നമ്മൾ 150 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പം നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ OMRൽ തന്നെ ബബിൾ ചെയ്ത് പഠിക്കണം. അതായത് 90 ക്വസ്റ്റ്യൻസ് OMRൽ ചെയ്ത് ബാക്കി നമ്മൾ ചെയ്യുന്ന ടാബിലോ കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഒന്നല്ല ബാക്കി മാർക്ക് ചെയ്യേണ്ടത്. ഫുള്ളി നമ്മൾ OMRൽ ചെയ്ത് പഠിക്കണം. കാരണം അതൊരു ആർട്ടാണ് ആക്ച്വലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ആർട്ട് ഇൻ ദ സെൻസ് അതൊരു അതൊരു കഴിവാണ് ഈ OMRൽ ബബിൾ ചെയ്യാന്നുള്ളത്. നമ്മൾ അത് ചെയ്യണം. പിന്നെ വേറെ കാര്യം ഈ OMR ബബിളിങ് ആ ഒരു ഓർഡർ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഇപ്പം നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇപ്പോഴേ ചെയ്യുന്ന സമയത്ത് തന്നെ OMRൽ എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഞാൻ ബബിൾ ചെയ്യണം, എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് അടുത്ത എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ബബിൾ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ബബിൾ ചെയ്യും, 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ബബിൾ ചെയ്യും. ചിലപ്പോൾ ഞാൻ ഏതോ വർഷം ഞാൻ ഐ തിങ്ക് ടുവേർഡ്സ് എൻഡ് ഞാൻ 2021 ലാസ്റ്റ് നീറ്റ് എക്സാം എഴുതിയ സമയത്ത് 5 ക്വസ്റ്റ്യൻ ആ രീതിയിലായിരുന്നു തോന്നുന്നു ചെയ്തത്. പക്ഷേ നിങ്ങൾ ടൈം മാനേജ് ചെയ്യണം. ഇപ്പം ചിലപ്പം 5 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടൈം പോകുന്ന പോലെ ഫീൽ ചെയ്യും. ഐ തിങ്ക് 10 ക്വസ്റ്റ്യൻസ് ആയി ചെയ്യുമ്പം നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. 10 ക്വസ്റ്റ്യൻസ് ആയി ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഞാനിത് ആരുടെ പറയുന്നില്ല നിങ്ങൾ 10 ക്വസ്റ്റ്യൻസ് ആയി ചെയ്യണമെന്നോ 5 ക്വസ്റ്റ്യൻസ് ആയി ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആസ് യു വിഷ്, നിങ്ങളെ ഇഷ്ടം ആസ് നിങ്ങൾക്ക് ഏതാണ് സുഖം അതുപോലെ നിങ്ങൾ ചെയ്യട്ടോ. ഞാൻ ഒരിക്കലും ഒന്നും നിർബന്ധിക്കുന്നില്ല. ബട്ട് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് നിങ്ങളൊന്ന് ഒരു വേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് ഈസ് ഗുഡ്. ഓക്കെ, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ബബിൾ ചെയ്യണം എന്നുള്ളതും അതിനൊക്കെ എന്ത് വേണം, ഇപ്പോഴേ ഒരു കുറച്ച് OMR ഒക്കെ വാങ്ങി വെച്ചിട്ട് ബബിൾ ചെയ്ത് പഠിക്കണം. മനസ്സിലായോ? എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് എനിക്ക് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ബബിൾ ചെയ്യണം, എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് കിട്ടുന്നത്. അതിനൊക്കെ വേണ്ടി നിങ്ങൾ ആദ്യം ബബിൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, നിങ്ങൾ എപ്പോഴും വേർസ്റ്റ് സിറ്റുവേഷൻസിൽ എക്സാം എഴുതി പഠിക്കാം. അപ്പം നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോകുന്ന റൂമിൽ ഫാൻ ഉണ്ടാവണം എന്നില്ല. നിങ്ങൾ പോകുന്ന റൂമിൽ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇൻവിജിലേറ്റർ വാസ് വെരി ബാഡ്. ഞാൻ 2020 നീറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇൻവിജിലേറ്റർ വാസ് ലൈക്ക് എന്താണ് ഭയങ്കര ചൊറിയുന്ന ഒരു ഇൻവിജിലേറ്റർ ആയിരുന്നു. അങ്ങനെ വന്നിട്ട് വെറുപ്പിക്കൂലേ, അങ്ങനത്തെ ഒരു ഇൻവിജിലേറ്റർ ആയിരുന്നു. അപ്പം അത് നമ്മൾ ഒരിക്കലും ബാധിക്കരുത്. അങ്ങനെ ചൊറിയുന്നതും അങ്ങനെ ആയിട്ട് അവരുടെ ആവശ്യമല്ല നമ്മൾ നീറ്റ് എഴുതി നമുക്ക് റാങ്ക് കിട്ടുക, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുക, MBBS കിട്ടുക എന്നുള്ളതൊന്നും അവരുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ഭയങ്കര ഡിറ്റർമൈനിങ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഡിറ്റർമൈനിങ് ആയിട്ടുള്ള ടൈമാണ് ഈ 3 hours എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ 3 hours നമ്മൾ ഏതോ കണ്ട ഇൻവിജിലേറ്റേഴ്സ് ചൊറിയുന്നത് കൊണ്ട് അവരോട് റിവെഞ്ച് തീർക്കാൻ അവിടെ നിൽക്കൊന്നും വേണ്ട. അങ്ങനെ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഫാൻ ചിലപ്പം കേടാവും, നമ്മുടെ മുകളിൽ മാത്രം ചിലപ്പോൾ ഫാൻ വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. ചിലപ്പം റൂം ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഒരു റൂം ഭയങ്കര ക്ലോസ്ഡ്, ഭയങ്കര ഡാർക്ക് ആയിരിക്കും. അങ്ങനത്തെ പല സിറ്റുവേഷൻസും ഉണ്ടാവും. എൻ്റെ കേസിൽ വന്നാൽ എനിക്ക് മാസ്ക് ഇടാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഞാൻ കൊറോണ സമയത്തായിരുന്നു ഞാൻ സൂപ്പർ റിപ്പീറ്റ് ചെയ്തപ്പോഴും എഴുതിയത്. അപ്പൊ ആ സമയത്ത് മാസ്ക് എനിക്ക് ശ്വാസം മുട്ടായിരുന്നു മാസ്ക് ഇടുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്നേ മാസ്ക് ഇട്ട് ശീലിച്ച് പഠിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ മാസ്ക് ഇട്ട് സാനിറ്റൈസർ യൂസ് ചെയ്ത് കറക്റ്റ് എക്സാം ഗ്ലൗസ് ഇടുന്ന ഏറ്റവും വെറുപ്പിക്കില്ല. ഐ ഹേറ്റഡ് ദാറ്റ്. എന്ന് വെച്ചാൽ ഗ്ലൗസ് ഇട്ടിട്ടായിരുന്നു നമ്മൾ എക്സാം എഴുതാറ് കേട്ടോ. ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. കയ്യിൽ ഇങ്ങനെ പൊടിയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജാതി വെറുപ്പിക്കലാണ്. എനിക്ക് വേർക്കുകയും ചെയ്യും. അതൊക്കെ കൂടെ കയ്യിലൊരുമാതിരി ഭയങ്കര ഒരു വെള്ളം പോലെയൊക്കെ ആയി ഇങ്ങനെ ഒരു വൃത്തിയായിട്ടൊരു സിറ്റുവേഷൻ വേറെ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് പല പല കാര്യങ്ങളും നമ്മളോട് അതിനോടൊക്കെ അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഞാൻ അന്ന് ഫാൻ ഇടാണ്ട് എക്സാം എഴുതി ശീലിച്ചിട്ടുണ്ടായി. നല്ല ചൂടാണ് വരാൻ പോകുന്നത്. അപ്പം ഈ ചൂടത്തും നമുക്ക് ഫാൻ ഇല്ലാണ്ടും എക്സാം എഴുതി ശീലിക്കണം. നിങ്ങൾ കുറച്ച് ദിവസം ഒന്നരാടനൊക്കെ അയച്ച്, അതായത് നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ 1-2 ദിവസവും അല്ലെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ നിങ്ങൾ ഫാൻ ഇടാണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താണ് പിന്നെ നിങ്ങൾ സെന്റേഴ്സിലൊക്കെ ചിലപ്പോൾ കോച്ചിങ് സെന്റേഴ്സിലൊക്കെ നമുക്ക് ഇങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ വർത്താനം പറയുന്നത് ചിലപ്പോൾ വെറുപ്പുണ്ടാവും. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിന്ന് ഭയങ്കര അടുത്ത ക്ലാസ്സിൽ നിന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാവും. ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ ഇതിനോടൊക്കെ അഡാപ്റ്റ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എങ്ങനത്തെ ക്ലാസ്സോ എങ്ങനത്തെ സ്കൂളോ നമുക്ക് വരാൻ പോകുന്നതെന്ന് അറിയില്ല. മിക്ക സ്കൂളും ക്ലാസ്സും നല്ല തന്നെയാണ്. അത് വെച്ച് ആലോചിച്ച് പേടിക്കരുത് കേട്ടോ. ഞാൻ ഈ പറയുന്നൊന്നും ആലോചിച്ച് ദയവേത് പേടിക്കല്ലേ. പക്ഷെ നമുക്ക് അറിയാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ എന്താക്കണം, ഇതിനോടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി പോകണം. ഇപ്പൊ നിങ്ങളൊരു ഫുട്ബോൾ മാച്ച് കാണണം, നിങ്ങളുടെ ഫേവറേറ്റ് ടീം അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ടീം കേട്ടോ, മോസ്റ്റ് ഫേവറേറ്റ് ടീം. അപ്പം ആ ടീം അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ടീമിലുള്ള ആ ഒരു ആൾക്കാർ ഓപ്പോസിറ്റ് ടീം വന്ന് ഗോൾ അടിക്കാൻ പോവാന്ന് വെച്ചോ. അപ്പൊ നിങ്ങളുടെ ടീമിന്റെ ഗോളി എന്താക്കണം, അത് തടുക്കണ്ടേ. പക്ഷെ ആ സമയത്ത് ഗോളി വീഴും.
അപ്പൊ ഗോളി വീഴുമ്പോൾ നമ്മൾ എന്താ പറയാ, എണീക്ക് എണീക്ക് എണീക്ക്, ഗോള് തടുക്ക് അപ്പൊ നമ്മൾ ഗോളി വീഴുമ്പോൾ നമ്മൾ എന്താ പറയാ, എണീക്ക് എണീക്ക്, ഗോള് തടുക്കണം, അങ്ങനെയല്ലേ നമ്മുടെ മൈൻഡിൽ വരിക. നമ്മൾ പറഞ്ഞാലും കേൾക്കൂല, എന്നാലും നമ്മൾ അങ്ങനെയല്ലേ പറയാ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ, ആ സമയം നമ്മൾ ഗോളി വീണതോ ഗോളിക്ക് എന്തെങ്കിലും പറ്റിയെന്നോ ആരും ശ്രദ്ധിക്കില്ല. ഈവൻ ഓഡിയൻസ്, ഈവൻ ആ കോച്ച് ഒന്നും അവരൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ഗോളി വീണതോ ഗോളിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ, അതൊന്നുമില്ല. ബിക്കോസ് വി കോൺസെൻട്രേറ്റ് ഓൺ ഗോൾ. നമുക്ക് ഗോൾ അടിക്കണം, അല്ല നമ്മൾ വി കോൺസെൻട്രേറ്റ് ഓൺ വാട്ട്, ഗോൾ തടുക്കുന്നത്. സോ നമുക്ക് ഗോൾ തടുക്കലാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം. അപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ എയിമിന് വേണ്ടി മാത്രമാണ്. അതിന്റെ ഇടയ്ക്ക് വരുന്ന കഷ്ടപ്പാടുകളോ അതൊന്നും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. സോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ വീണ് പോവും, നമുക്ക് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും എക്സാം എഴുതുമ്പോൾ. ആ സമയത്ത് നമ്മൾ 3 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ എയിമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ ഗോളിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ മനസ്സിൽ വേറെ കുറെ കാര്യങ്ങൾ വരും. ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ തലേന്ന് കുറെ കണ്ട റീൽസ്, തലേന്ന് കണ്ട കുറെ പാട്ട്, ഇതൊക്കെ മനസ്സിൽ വരും. പോകുമ്പോൾ കേട്ട FM-ലെ റേഡിയോ. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, തലേന്ന് മാക്സിമം ഈ റീൽസ് കാണുക, അനാവശ്യമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പൊ പാട്ട് കേൾക്കുന്ന ചില ആൾക്കാർക്ക് ഭയങ്കര മൂഡ് ലിഫ്റ്റിംഗ് ആണെന്ന് പറയും. പക്ഷെ ഇഫ് യു വാണ്ട് പാട്ട് കേൾക്കാം, പക്ഷെ അതിങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കളിച്ച് അത് ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനത്തെ ആളുകളാണെങ്കിൽ പാട്ട് കേൾക്കാതിരിക്കുക എന്ന് പറയാനുള്ളൂ. പിന്നെ ഉള്ളത് പറഞ്ഞാല്, പിന്നെ എന്താണ്, നമ്മൾ FM റേഡിയോ കേട്ടൊക്കെ നമ്മൾ പോകും ചിലപ്പോൾ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഏതോ വർഷം 2019 ആണെന്ന് തോന്നുന്നു, ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഞാൻ FM-ൽ കേട്ട 2 പാട്ട് എനിക്ക് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഓർമ്മ ഉണ്ടായി. എന്ന് വെച്ചാൽ ഏതോ വർഷം, ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് എനിക്ക് എക്സാം നീറ്റ് ആലോചിക്കുമ്പോൾ ചില പാട്ട് നോക്കാൻ ഓർമ്മയില്ല. അപ്പൊ ഏതോ വർഷത്തെ എനിക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടായി, എന്നൊരു സംഭവം ഉണ്ടായി. സോ ഡോണ്ട് ഡു ദാറ്റ്. അപ്പൊ FM-ലൊക്കെ പാട്ട് മാക്സിമം ഒഴിവാക്കുക എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, കൂൾ ആവാൻ ചിലപ്പോൾ മൂഡ് ലിഫ്റ്റിങ്ങിനൊക്കെ പാട്ട് വേണമെങ്കിൽ ഓക്കെ, പക്ഷെ അങ്ങനത്തെ ബാധിക്കുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യരുതെന്നേ പറയാനുള്ളൂ. പിന്നെ ടൈം മാനേജ്മെന്റ്, ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതി ടൈം മാനേജ് ചെയ്യുന്ന ആളുകളാണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോഴേ ഒരു 2:30 അല്ലെങ്കിൽ 2 hours 30 minutes കൊണ്ടോ 2 hours 45 minutes കൊണ്ടോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നല്ലതാണ്, വെൽ ആൻഡ് ഗുഡ്. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുക. പക്ഷേ നിങ്ങൾ ഇപ്പോഴും 3 അവറിന്റെ മുകളിൽ എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ, ചില ആളുകൾ 3 മണിക്കൂർ കഴിഞ്ഞാലും 3.25 3.5 മണിക്കൂറൊക്കെ എഴുതുന്ന ആളുകളുണ്ട് മോക്ക് ടെസ്റ്റ്. അങ്ങനെ ചെയ്യല്ലേ. നിങ്ങൾ ഇപ്പോഴേ 3 മണിക്കൂർ ചെയ്ത് പഠിക്കുക. എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാന്നേ. നിങ്ങളത് 3 മണിക്കൂർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചില ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് ഒരു അരമണിക്കൂർ കൂടി എഴുതിയിട്ട് അത് ഞാൻ ഉത്തരം ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഈ സമയത്ത് എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ കിടക്കുന്നുള്ളൂ നിങ്ങൾക്ക് നീറ്റിന്. അപ്പം അതിനൊന്നുള്ള ടൈമില്ല. അപ്പം 3 മണിക്കൂർ ചെയ്ത് ബാക്കിയൊക്കെ നോക്കി അങ്ങ് ചെയ്യാന്നുള്ള, അതായത് ട്രൈ ചെയ്യാം, പക്ഷെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഈ 3 മണിക്കൂറിന്റെ മുകളിൽ പോകുന്ന ആളുകൾ, അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ അത് 2.25 മണിക്കൂർ ആക്കാൻ നോക്കണം. 2.25 മണിക്കൂർ 2.5 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇപ്പം ചെയ്ത് പഠിക്കേണ്ടത്. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അത് 3 മണിക്കൂർ ആവും ടെൻഷൻ കാരണം. പക്ഷെ ഞാൻ പറഞ്ഞത് 2.25 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ തക്ക ആ ഒരു രീതിയിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. മനസ്സിലായോ? നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ശരിക്കും 2.5 മണിക്കൂറാണ്. ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കുക എന്നുള്ള 2.5 മണിക്കൂറായിരുന്നു ഞാൻ ടൈമർ വെക്കാറ് മോക്ക് ടെസ്റ്റിന്. അപ്പം അങ്ങനെ റെഡിയാക്കണം. ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാം അറിഞ്ഞിട്ടും കാര്യമില്ല, ടൈമിന് എഴുതി തീർക്കണ്ടേ, അത് ശരിയല്ലേ? അപ്പം ഒരു ക്വസ്റ്റ്യൻ പോയാൽ മതി, നമ്മുടെ വലിയൊരു റാങ്കിന്റെ ഒരു ഇത് തന്നെ പോകും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ടൈം മാനേജ്മെന്റ് ഇപ്പോഴേ, നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ട്, ചെറുതായി ടൈം, നിങ്ങൾക്ക് ഇനിയും ടൈം ഇല്ല എന്നൊന്നും വിചാരിക്കാൻ, ടൈം ഉണ്ട്. മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാനൊക്കെ ഉള്ള ടൈം ഇഷ്ടം പോലെ ഇനിയുണ്ട്. സോ ടൈം മാനേജ്മെന്റ് ഓക്കെ. ഈവൻ നിങ്ങൾ OMR ഈ 3 മണിക്കൂർ മാത്രമല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ഈ ടൈം മാനേജ്മെന്റ് വെച്ച് ചെയ്ത് പഠിക്കുക. ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ കൂടുതൽ ടൈം ഇരിക്കാതെ പഠിച്ച് ശീലിക്കുക. ഓക്കെ. പിന്നെ വേറെ കാര്യം എന്താന്ന് വെച്ചാൽ, എക്സാം ഹാളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മളെ സെന്ററിൽ നമുക്ക് അറിയുന്ന കുറെ ആളുകളുണ്ടാവും, നമ്മുടെ കസിൻസ് ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മുടെ അയൽപക്കത്തുള്ള ആളുകൾ ഉണ്ടാവും, പണ്ട് നമ്മൾ ഏതോ പഠിച്ച നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും, പണ്ട് നമുക്ക് കുറച്ച് റിവെഞ്ച് ഉള്ള മനുഷ്യന്മാരുണ്ടാവും, ഇങ്ങനെ കുറെ ആളുകളുണ്ടാവും. ഇവരൊക്കെ നോക്കി ചിരിക്കുക, ഇവരെ നോക്കി പഴയ കഥ പറയാ, ഇവരെ നോക്കിയിട്ട് സുഖല്ലേ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അതിനൊന്നും നിൽക്കരുത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതെന്താന്ന് വെച്ചാലും, നമ്മൾ ഇവരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾ, ചിലപ്പോൾ ചില ഓർമ്മകളുണ്ട്. അപ്പൊ നമ്മളിവിടെ LKG പഠിച്ച നമ്മുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ LKGയിൽ നടന്ന കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർത്തെടുക്കാൻ നോക്കും കുറെ ഇരുന്നിട്ട്. അപ്പൊ ഈ എക്സാമിന്റെ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നല്ല സമയമാണ് നമുക്ക് ഓർത്തെടുക്കാൻ. ആ സമയം നമ്മൾ കുത്തിനെ എടുക്കാൻ നോക്കും. ഒന്നത്. രണ്ടാമത്തെ ചിലപ്പോൾ നമുക്ക് നല്ലൊരു മൂഡ് തരുന്ന ഒരു ഫ്രണ്ട്, നമുക്ക് നല്ലൊരു മൂഡ് തരുന്ന ഒരു കാര്യങ്ങളായിരിക്കണം എന്നില്ല ചിലപ്പോൾ ഇവരെ നമ്മളോട് സംസാരിക്കുന്നത്. ചിലപ്പം ഇവരുടെ ടെൻഷൻ ആയിരിക്കും, ചിലപ്പോൾ ഇവരുടെ പ്രാരാബ്ദങ്ങളായിരിക്കും, ചിലപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ, ഇവരെങ്ങനെ പഠിച്ചു ഈ 2 വർഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളോട് പറയാൻ പോകുന്നത്. ആ സാധനങ്ങളൊന്നും കേൾക്കല്ലേ. കാരണം നമുക്ക് ചിലപ്പോൾ ഓരോന്ന് ഓർമ്മ വന്ന് അത് ആലോചിച്ചിരിക്കുക, അത് മതിയായിരിക്കും എക്സാം ഹാളിൽ. ഈവൻ നമ്മുടെ മൂഡ് പോവാൻ അത് മതിയായിരിക്കും. അപ്പൊ അതൊന്നും വെറുതെ ആളുകളോട് സംസാരിച്ചിരിക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ.
പിന്നെ എക്സാമിന്റെ തൊട്ട് മുന്നേ നമുക്ക് കുറച്ച് സമയം വെറുതെ നമ്മൾ ഇരിക്കില്ലേ, ആ സമയത്തൊക്കെ നല്ല റിലാക്സ് ചെയ്യാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ചില ആൾക്കാർ അങ്ങനെ ചെയ്യും. നമ്മളൊന്നും ഓർക്കാതെ സീറോ കാര്യങ്ങൾ ഓർക്കണം, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യില്ല അതുപോലെ ഇരിക്കുക. അതായത് നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, അറ്റ്ലീസ്റ്റ് നല്ല കാര്യങ്ങളെങ്കിലും ആലോചിക്കും. നിങ്ങൾ സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ, നിങ്ങൾ ടെൻഷൻ വരാത്ത ആളുകളാണ്, അതായത് അങ്ങനെ സബ്ജക്റ്റിന്റെ കാര്യം ആലോചിക്കുമ്പോഴേക്കും ടെൻഷൻ വരാത്ത ആളുകളാണെങ്കിൽ സബ്ജക്ട് ഇക്വേഷൻസ് ഒക്കെ എന്തെങ്കിലും ഓർത്ത് വെക്കണമെങ്കിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ്. ഒക്കെ എനിക്ക് പേടിയാവും ആലോചിക്കുമ്പോൾ. പക്ഷേ നിങ്ങൾ സബ്ജക്ട്, ഞാൻ സബ്ജക്ട് ആലോചിക്കാറില്ലായിരുന്നു. പക്ഷേ സബ്ജക്ട് ആലോചിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, എന്നെ പോലത്തെ ആളുകളല്ലേ, അല്ലെങ്കിൽ യു ക്യാൻ സബ്ജക്റ്റ് ഒക്കെ ആലോചിച്ച് വേണമെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ച് നമുക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് ആലോചിച്ച് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കാം. പിന്നെ നമുക്ക് ഹാപ്പിനെസ് തരുന്നെങ്കിലും, ഞാനാണെങ്കിൽ ചിലപ്പോൾ ആലോചിക്കാം, ഞാൻ ആഗ്രഹിച്ച കോളേജ് ഇതാണ്, ഞാനൊരു കോട്ടും സ്റ്റെത്തൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ MBBS ഡോക്ടറായി അത് അങ്ങനെ നിൽക്കുന്നതൊക്കെ, ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് ഞാൻ അനാട്ടമി പഠിക്കുന്നതും ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാറുണ്ടായി. എന്ന് വെച്ചാൽ ആ ഒരു സ്വപ്നങ്ങൾ ആലോചിക്കാം. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതൊക്കെ ആലോചിക്കാം. സ്ട്രെസ്ഫുൾ ആയിട്ടല്ല ആലോചിക്കേണ്ടത്. ഞാൻ ഇനി ഇത് കഴിഞ്ഞാൽ ഇതെന്റെ ആ ഒരു ഈ നീറ്റ് എനിക്ക് അതിനുള്ളതാണ്, അങ്ങനെയൊക്കെ ആലോചിക്കും. മാനിഫെസ്റ്റ് ചെയ്യും, ഒന്നും സംഭവിക്കില്ല, നല്ലതിന് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഞാനെല്ലാം പറഞ്ഞില്ലേ, എക്സാം ഹോൾ സെന്ററിൽ പോകുന്നത് അവിടെ നമ്മൾ സീരിയസ് ആയിട്ട് പാട്ടൊന്നും കേൾക്കാതെ, ഞാൻ പറഞ്ഞില്ല, ഓരോന്നും വേറെ കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യാതെ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തു. നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തു. നമ്മൾ ഇൻവിജിലേറ്റേഴ്സിനൊന്നും മൈൻഡ് ആക്കണില്ല. നമ്മളെ ഈ ഒരു സിറ്റുവേഷൻ, നമ്മുടെ റൂമിന്റെ രീതി എങ്ങനെയാണെന്നോ ഫാൻ ഉണ്ടോന്നോ ഒന്നും നമ്മളങ്ങനെ നമ്മൾ ബാധിക്കുന്നില്ല കേട്ടോ. ഇതൊന്നും നമ്മൾ ബാധിക്കാതെ നമ്മൾ നല്ല ടൈം മാനേജ് ഒക്കെ ചെയ്ത് 2 hours 45 minutes കൊണ്ട് നമ്മൾ എക്സാം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ കറക്റ്റ് ഓർഡറിൽ ചെയ്തു. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം. നമ്മൾ ഫുൾ ക്ലിയർ ആയി ചെയ്യണം എല്ലാം. ഓക്കെ, നമ്മൾ അത്രയും നേരം ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി ചെയ്യാം. നമ്മൾ എത്രയും കറക്റ്റ് ഓർഡറിലൊക്കെ പോയി നമുക്ക് ആ ഓർഡർ സാറ്റിസ്ഫൈങ്. ഓക്കെ, ആ ഓർഡറിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് എക്സാം ഈസി ആണോ എന്നൊന്നും നമ്മൾ ആലോചിക്കരുത്. ഓക്കെ, അങ്ങനെയൊക്കെ ആലോചിച്ച് ബാക്കിയുള്ളവരെ എന്തെങ്കിലും ആലോചിച്ചോട്ടെ, എക്സാം അവർക്ക് ഈസിയോ ടഫോ എങ്ങനെങ്കിലും ആയിക്കോട്ടെ എക്സാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് 2.25 മണിക്കൂർ നമ്മൾ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കി കിടപ്പുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത്, ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല, ചിലപ്പോൾ 1-2 ഒക്കെ കിട്ടിയാലോ. അപ്പം അതൊക്കെ ചെയ്ത് എക്സാം കഴിഞ്ഞ് ഹാപ്പി ആയി പുറത്തു വരാം. അപ്പൊ ഞാൻ ഇത്രയും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു എക്സാം ഹാളിൽ പോയിരുന്ന ഫീലൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ. എക്സാം ഹാളിൽ പോയി നമ്മൾ എക്സാം എഴുതാനിരുന്നു, അങ്ങനത്തെ ഒക്കെ ഫീൽ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഈ ഒരു ഫീൽ കാരണം സ്ട്രെസ് അടിക്കരുത്. ഈ ഒരു ഫീൽ നമ്മൾ മനസ്സിൽ എപ്പോഴും വേണം. പഠിക്കുമ്പം നമ്മൾ ഈ ഒരു ടൈം, ഞാനിപ്പം ഇത്രയും നേരം പറഞ്ഞ ഈ ഒരു സമയമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സ്വപ്നത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പറയരുത്, പക്ഷെ സ്വപ്നത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നിങ്ങളൊരു ഡ്രീം കണ്ടിട്ടുണ്ട്, ആ ഒരു ഡ്രീമിനെ ശരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ ഒരു ടൈമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ്. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ എപ്പം പഠിക്കുമ്പോഴും എപ്പോൾ രാവിലും ഒന്ന് ഓർത്ത് വെക്കുക. മനസ്സിലായോ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മോട്ടിവേഷൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എക്സാം ഹാളിനെ പറ്റി ഒരു ചിന്ത വരുന്നില്ല, ഒരു സീരിയസ്നെസ് വരുന്നില്ല, ഇനിയിപ്പോൾ സ്ട്രെസ് വരുന്നുണ്ട് എന്ന് വെച്ചോ, അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഓക്കെ ആവും. ഐ എം ഡാം ഷുവർ. എപ്പോഴും നിങ്ങൾ എപ്പോൾ സ്ട്രെസ് അടിക്കുന്നുണ്ടെങ്കിലും, എപ്പം ആ ഒരു സീരിയസ്നെസ് പോകുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഈ വീഡിയോ വന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഡേനെ പറ്റി ഓർത്ത് നിങ്ങൾ പഠിക്കാൻ പോയിക്കോളും. ഓക്കെ, എല്ലാവരും ഇപ്പൊ തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് വിചാരിക്കുന്നതാണ്. മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നന്നായി പഠിച്ച് ടൈം മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് നല്ല കുട്ടികളായി എക്സാം എഴുതാൻ പോകണം. സോ ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ബൈ.